അങ്ങനെ വളരെ ഹൈപ്പ് കൊടുത്തിരുന്ന ഒരു സിനിമയായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം. ഇപ്പോൾ തിയേറ്ററിൽ റിലീസിന് എത്തിയിരിക്കുകയാണ്. വെറും 4-5 ആളുകളെ വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വെറും 4-5 ആളുകൾ മാത്രമുള്ള ഒരു സിനിമയിൽ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരുടെ അഭിനയം എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള അഭിനയമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അർജുൻ അശോകൻ്റെ അഭിനയം. ഒരു രക്ഷയുമില്ലാത്ത അഭിനയമാണ്. മൂപ്പരിനി നെക്സ്റ്റ് ലെവൽ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു പോകും. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, മുഴുവനായിട്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മളിങ്ങനെ ലയിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് എടുക്കും. കാരണം നമ്മൾ നെക്സ്റ്റ് സ്ക്രീന് നമ്മൾ ഒരു സാധാ പോലെയുള്ള ഒരു സ്ക്രീന് വരണം എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കും. പക്ഷേ മുഴുവനായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമ്മൾ അതിലേക്ക് ലയിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് എടുക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പടം അതിഗംഭീരമായിട്ടുള്ള പടമാണ്. മമ്മൂക്കയുടെ അഭിനയമാണെങ്കിലും സിദ്ധാർത്ഥ് ഭരതൻ്റെ ആണെങ്കിലും അർജുൻ അശോകൻ്റെ ആണെങ്കിലും ഒരു രക്ഷയുമില്ലാത്ത അഭിനയമാണ് 3 പേരും കാണിച്ചിട്ടുള്ളത്. ഒരു രക്ഷയുമില്ലാത്ത അഭിനയമാണ് നമ്മളെ അർജുൻ അശോകൻ്റെ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അഭിനയം അർജുൻ അശോകൻ്റെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിൽ സംഭവം മറ്റൊന്നുമല്ല, ഒരു പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും വളരെ ചുരുക്കമാണ്. നമ്മൾ ആ ഒരു ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇത് വലിയൊരു പ്രേതപ്പടമാണ്, ഒരു ഹൊറർ ടൈപ്പ് മൂവിയാണ്, പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ എനിക്ക് അത്തരത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷേ എന്നാൽ അത്ര അങ്ങോട്ട് പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയല്ല ഭ്രമയുഗം. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ചില സമയങ്ങളിലൊക്കെ ഇതിങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുന്ന സ്ക്രീനുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൽ നന്നായിട്ടുള്ളൊരു BGM അവർ കൊടുത്തിട്ടുണ്ട്. ആ BGMലാണ് നമ്മൾ ആ ഒരു സിനിമ മൊത്തത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു BGMൽ ഇങ്ങനെ ലയിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു BGMമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ സംസാരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അതിങ്ങനെ കയറി ഇങ്ങനെ വരും ആ ഒരു BGM. അത് വളരെ രസമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കുറേ മുന്നേ നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് ചിത്രീകരിക്കുന്നത്. അപ്പോൾ എന്നാലും നമ്മളൊക്കെ ഊഹിക്കാലോ, ഒരു പഴയ കാലത്തുള്ള സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ചിന്തിക്കും. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു കാര്യവും ഇതിലില്ല. ഇത് എങ്ങനെയാണോ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് അത്തരത്തിൽ ഈ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ കറക്റ്റാക്കി സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കയെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂപ്പര് ഇതിലാണോ പോയി തൊട്ടിട്ടുള്ളത് അതൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ് എന്നാണ് ആളുകളൊക്കെ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം തൊട്ടതെല്ലാം വിജയത്തിലാണ് മൂപ്പരുടേത്. ഉള്ളത് പറയാലോ. കാരണം പല സിനിമാ നടന്മാരുണ്ട്, ഒന്ന് ചിലപ്പോൾ വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള സിനിമ ചിലപ്പോൾ താഴ്ന്നു പോകും, പൊട്ടിപ്പോകും. അത്തരത്തിലാണ് കാര്യങ്ങൾ. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്നത് അങ്ങനെ ഏതെടുത്താലും അത് അഭിനയിച്ച് തള്ളി മറിച്ചിട്ടാണ്. ഒന്നും പറയാനുള്ള അഭിനയമാണ് മൂപ്പര് ഈ പ്രായത്തിലും കാഴ്ചവെക്കുന്നത്. ഭ്രമയുഗം കാണേണ്ടത് തന്നെയാണ്. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഭ്രമയുഗം.